ഒരു ദിവസം യേശു മരുഭൂമിയായ ഒരു സ്ഥലത്ത് വെച്ച് ജനങ്ങളോട് സംസാരിക്കുകയായിരുന്നു. 5000-ഓളം പുരുഷന്മാരെ കൂടാതെ സ്ത്രീകളും കുട്ടികളും അവിടെ കൂടിയിരുന്നു. നേരം വൈകുകയും ആളുകൾക്ക് വിശക്കുകയും ചെയ്തു. അവിടെ അവർക്ക് കൊടുക്കുവാൻ ഒന്നുമില്ലായിരുന്നതുകൊണ്ട് ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, "ഗുരോ, ജനങ്ങൾ ഭക്ഷണത്തിനായി അടുത്ത ഗ്രാമങ്ങളിലേക്ക് പോകാൻ അവരെ പറഞ്ഞു വിടുക." എന്നാൽ യേശു പറഞ്ഞു, അവർ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. ഇത് കേട്ട് ശിഷ്യന്മാർ അമ്പരന്നു. കാരണം അത്രയധികം ആളുകൾക്ക് ഭക്ഷണം വാങ്ങാൻ ആവശ്യമായ പണം അവരുടെ കൈവശമില്ലായിരുന്നു. അപ്പോൾ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയാസ് ഒരു ബാലന്റെ കാര്യം പറഞ്ഞു. ഇവിടെ 5 അപ്പവും 2 മീനുമുള്ള ഒരു കുട്ടിയുണ്ട്. എന്നാൽ അത്രയധികം ആളുകൾക്ക് അതെന്താണ്? ആ കുട്ടിയുടെ ഉച്ചഭക്ഷണമായിരുന്നു അത്. യേശു ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു. സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവേ, ഈ അപ്പവും മീനും അനുഗ്രഹിക്കണമേ. ശിഷ്യന്മാർ വളരെ സന്തോഷത്തോടെ അപ്പവും മീനും ജനങ്ങൾക്ക് വിതരണം ചെയ്തു. യേശു അത്ഭുതം പ്രവർത്തിച്ചു. എല്ലാവരും തിന്നു തൃപ്തരായി. ബാക്കി വന്നവ 12 കൊട്ട നിറയെ ഉണ്ടായിരുന്നു. ഈ സംഭവത്തിലെ പ്രധാന പാഠങ്ങൾ ഇവയാണ്. ഒന്നാമതായി, ദൈവത്തിൽ ആശ്രയിക്കുക. ട്രസ്റ്റ് ഇൻ ഗോഡ്സ് പ്രൊവിഷൻ. നമ്മുടെ കൈവശം കുറഞ്ഞതൊന്നും ഇല്ലാത്തപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചാൽ അവിടുന്ന് അത്ഭുതകരമായ വഴി തുറക്കും. രണ്ടാമതായി, ഉള്ളത് പങ്കുവയ്ക്കുക. ഷെയർ വാട്ട് യു ഹാവ്. എത്ര ചെറുതാണെങ്കിലും മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുമ്പോൾ ദൈവം അതിനെ വർദ്ധിപ്പിക്കുകയും പലർക്ക് അനുഗ്രഹമാക്കുകയും ചെയ്യും.